യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ആ സ്നേഹത്തിന്, കരുണയ്ക്കെല്ലാം നമുക്ക് നന്ദി പറയാം. കഷ്ടതയുടെ നാളുകളിൽ അവിടുന്ന് നമുക്ക് ഉറപ്പുള്ള സങ്കേതമാണ്. വേദനയുടെ നാളുകളിൽ അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ശക്തനായൊരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കാതിരിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളിന്ന് അതേക്കുറിച്ച് അല്പസമയം ഒന്ന് ചിന്തിക്കുക. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 5-ാമത്തെയും 6-ാമത്തെയും വചനം പറയുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽത്തിരക്ക് തുല്യനാണ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. നിരന്തരമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ജ്ഞാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം തരുന്ന ആ ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് ശരിക്കും ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം തരുന്ന ജ്ഞാനത്തിലൂടെ സത്യവും അസത്യവും നന്മയും തിന്മയും ഒക്കെ നമുക്ക് വേർതിരിച്ച് അറിയാനായിട്ട് സാധിക്കും. ദൈവം തരുന്ന ആ ജ്ഞാനം അത് ലഭിച്ച വ്യക്തികൾക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ജ്ഞാനമാണ് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഒരു ദാനമെന്ന് പറയുന്നു. ആ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. ദൈവത്തോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും ദൈവം നമുക്ക് ജ്ഞാനം നൽകി അനുഗ്രഹിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും നൽകുന്നവനാണ് അവിടുന്ന്. ആ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും നൽകുന്നവനാണ് അവിടുന്ന്. അപ്പം ജ്ഞാനം ചോദിക്കുമ്പോൾ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ജ്ഞാനം കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജ്ഞാനം ഉള്ള ഒരു വിശ്വാസ സമൂഹത്തെയാണ് ദൈവം ഒരുമിച്ച് കൂട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസികളുടെ സമൂഹം ജ്ഞാനം ഉള്ളവരായിട്ട് മാറണം. ലോകത്തിൻ്റെ അറിവും വിദ്യാഭ്യാസവും ഒക്കെ വിശ്വാസികൾക്ക് ധാരാളമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എന്നെ
വിദേശത്തു നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ പറയുകയാണ്, ചെറുപ്രായത്തിലും മക്കളൊക്കെ വലിയ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെയാണ് വളർത്തിയത്. ഇപ്പോൾ മൂത്ത മകന് അവന് കുമ്പസാരിക്കത്തില്ല, കുർബാനയ്ക്ക് പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ദൈവമുണ്ട് എന്ന് പോലും ആ മകൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരിക്കുകയാണ് മകൻ. അത് അവൻ്റെ മാത്രം കഥയല്ല. ഇതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേകം യുവാക്കന്മാരും യുവതികളും ഒക്കെ കൂടുതൽ കൂടുതൽ പഠിച്ചു. പിന്നെ ഗൂഗിളിൽ കയറി പലതും സെർച്ച് ചെയ്തു. നിരീശ്വരവാദവും സയൻസും ആവശ്യമില്ലാത്തതിൻ്റെ പുറകെല്ലാം പോയി വായിച്ചും കണ്ടും കേട്ടുമെല്ലാം ഇതാ ദൈവത്തെ വേണ്ട, ദൈവിക ജ്ഞാനം വേണ്ട, ലോകത്തിൻ്റെ അറിവ് മതി. അങ്ങനെ ധാരാളം പേര് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലമാണിത്. മാതാപിതാക്കന്മാർ മക്കളെ ഓർത്ത് ഒത്തിരിയേറെ ഈ ഒരു കാര്യത്തിൽ നിന്ന് വേദനിക്കുന്നുമുണ്ട്. മക്കള് പ്രാർത്ഥിക്കുന്നില്ല. ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരമ്മ പറഞ്ഞതാ, അമ്മയുടെ 3 മക്കൾ വിദേശത്താണ് പഠിക്കാൻ പോയത്. അവർ പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ 3 മക്കൾക്കും ദൈവത്തിൽ വിശ്വാസമില്ല. കുദാശ ജീവിതം വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവം വേണ്ട. അമ്മയോട് മക്കൾ പറയുക, ദൈവത്തെ കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം, ദൈവമുണ്ടെന്ന് തെളിയിച്ചു തന്നാൽ വിശ്വസിക്കാം. ദൈവിക ജ്ഞാനമുള്ള വിശ്വാസികളുടെ ഒരു സമൂഹം, ദൈവിക ജ്ഞാനമുള്ള യുവാക്കന്മാരുടെ ഒരു കൂട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. ഹല്ലേലൂയ. എത്ര വിജ്ഞാനമുണ്ടെങ്കിലും, എത്ര വലിയ അറിവുണ്ടെങ്കിലും, എത്ര ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്രമാത്രം വലിയ നിലയിലാണെങ്കിലും ഇന്ന് മനുഷ്യൻ വളരെയേറെ പ്രയാസത്തിലൂടെ കടന്നുപോയി. എല്ലാവരും പരിശുദ്ധ അമ്മ ബാത്മയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൊടുത്ത ശക്തമായ സന്ദേശങ്ങളുണ്ട്. ദൈവപിതാവിൻ്റെ കോപം ഈ ലോകത്തിൻ്റെ മേൽ വീഴാതിരിക്കാൻ എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു കൊള്ളുക. ക്രൈസ്തവ സമൂഹത്തിൻ്റെ രക്തം സ്വർഗത്തെ നിലവിളിക്കുന്നുണ്ട്. ഇത് കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. ഈ നിലവിളിക്ക് ഇതിന് ഉത്തരവാദികളായവർ കണക്ക് കൊടുക്കേണ്ട കാലം വരും. ഉറപ്പാണ്, വരും നാളുകൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ സംഭവിക്കും. ഒരു വാക്കിന് പോലും വ്യത്യാസമില്ലാതെ ഇതെല്ലാം സംഭവിക്കാനായിട്ട് പോവുക. ലൂക്കാ 21:11 പറയുന്നുണ്ട്, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, ക്ഷാമങ്ങൾ എല്ലാം സംഭവിക്കാൻ പോവുകയാണ്. എല്ലാം സംഭവിക്കും. ലോകമെമ്പാടും മനുഷ്യൻ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീഴാനായിട്ട് പോവുക. തൊഴിൽ നഷ്ടപ്പെട്ടവർ, ഇതെല്ലാം വലിയ ഒരു തകർച്ചയിലേക്ക് ലോകം കടന്നു പോവുക. എല്ലാവരും അനുതപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരുടെ മേൽ കരുണ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊരു പോംപടിയും നമ്മുടെ മുമ്പില്ല. ഈ നിഷ്കളങ്ക രക്തം വീണു. ഈ നിഷ്കളങ്ക രക്തമൊക്കെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നില്ലേ? നീതിമാനായ ദൈവത്തിന് നീതി നടത്താതിരിക്കാനൊക്കുവോ? ദൈവത്തെ മറന്നുകൊണ്ട്, വിശുദ്ധ വചനങ്ങൾ മറന്നുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്നവർ, സ്വർഗഭോഗം, സ്വയംഭോഗം, സകല മ്ലേച്ഛതകളിലും മുഴുകി ജീവിക്കുന്ന ജനകോടികൾ. ഹല്ലേലൂയ. നമുക്ക് കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഈ ലോകത്തോട്, മാനവരാശിയോട് കരുണ കാണിക്കണം. മറ്റൊരു വഴിയുമില്ല. ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. നിന്റെ ഉള്ളിൽ നീ ചോദിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ, കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയം നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. ദൈവത്തോട് നീ ഒരു കാര്യം ചോദിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിൻ്റെ ഒരു കാര്യം നീ സമർപ്പിക്കുമ്പോൾ, നിൻ്റെ ഉള്ളിൽ നീ സംശയിക്കാൻ പാടില്ല. നിൻ്റെ ഉള്ളിൽ കരുത്തുള്ള, ഉറപ്പുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം. ഞാൻ
ദൈവത്തിൻ്റെ മകനാ, ഞാൻ ദൈവത്തിൻ്റെ മകളാ, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കണ്ണുനീരിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ തകർച്ചകളിൽ, എൻ്റെ പരാജയങ്ങളിൽ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. അവിടുന്ന് ഇറങ്ങി വന്ന് എന്നെ സഹായിക്കും എന്ന് ഹൃദയത്തിൽ സംശയിക്കാതെ ഉറപ്പായിട്ട് നീ ഒന്ന് വിശ്വസിച്ചേ, എന്നിട്ട് പ്രാർത്ഥിച്ചേ. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകും. കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അനേകർ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്, പക്ഷേ ജീവിതത്തിൽ സൽപ്രവൃത്തി ചെയ്യുന്നവരല്ല. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണമെങ്കിൽ സൽപ്രവൃത്തി ചെയ്തേ മതിയാവത്തുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. കേസറിയായിൽ കൊർന്നേലിയസ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു സൈന്യവിഭാഗത്തിൻ്റെ ശതാധിപനായിരുന്നു. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. കൊർന്നേലിയസും കുടുംബവും ദൈവഭയമുള്ളവരായിരുന്നു, ദൈവഭക്തിയുള്ളവരായിരുന്നു. ദൈവഭയത്തിൽ നിന്ന് ഉളവാകുന്ന ദൈവഭക്തി. ഇന്ന് അനേകർക്ക് ദൈവഭക്തിയുണ്ട്, ദൈവഭക്തിയുണ്ട്, പുറമേയുള്ള ദൈവഭക്തി. ഉള്ളിൽ കാപട്യവും വഞ്ചനയും അശുദ്ധിയൊക്കെ, പുറമേ ഭയങ്കര ദൈവഭക്തിയിൽ ജീവിക്കുന്നവരുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരത്തില്ല. ദൈവഭയമുണ്ട്, അതിൽ നിന്നുള്ള ദൈവഭക്തി, അതാണ് പ്രധാനപ്പെട്ടത്. അവൻ ജനങ്ങളോട് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ കൊർന്നേലിയസിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിരന്തരമായിട്ട് കൊർന്നേലിയസ് ദാനധർമ്മം ചെയ്തുകൊണ്ടിരുന്നു. പാവപ്പെട്ടവരോട് കരുണ കാണിച്ചിരുന്നു, വിശക്കുന്നവന് ആഹാരം കൊടുത്തിരുന്നു, ദരിദ്രനെ സഹായിച്ചിരുന്നു, വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചിരുന്നു. ഇതൊക്കെ കൊർന്നേലിയസ് ചെയ്തിരുന്നു. കൊർന്നേലിയസിൻ്റെ ആ നല്ല മനസ്സ്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല മനസ്സുള്ളവൻ്റെ പ്രാർത്ഥനയാണ്, നല്ല പ്രാർത്ഥന, അതാ ദൈവസന്നിധിയിൽ എത്തുന്നത്. ഹൃദയത്തിൽ അശുദ്ധിയും കാപട്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നേർച്ച കിട്ടാലും, ദൈവഭക്തി നടിച്ചാലും ഒന്നും ഒരു കഥയില്ല. കൊർന്നേലിയസ് നിരന്തരമായിട്ട് ദാനധർമ്മം ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ കൊർന്നേലിയസിൻ്റെ നിരന്തരമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിയിരുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം, പ്രഭാഷകൻ 29:12 നമ്മൾ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു വചനമാണിത്. ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും. നിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് ദാനധർമ്മമായിരിക്കണം. ദരിദ്രന് കൊടുക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപമാണ്. സ്വർഗത്തിലെ നിന്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് നീ ചെയ്ത ദാനധർമ്മങ്ങളാണ്. പാവപ്പെട്ടവരെ, ദരിദ്രരെ, വേദനിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഏതാനും മാസം മുമ്പ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി, നമ്മളൊരു സ്ഥലത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ അദ്ദേഹം അവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം സ്വന്തമായിട്ട് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. സ്വന്തമായിട്ട് നല്ലൊരു ഭവനം വെച്ചു. ആ ഭവനം അദ്ദേഹം വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലം തന്നെ 14 പാവപ്പെട്ടവർക്ക് ഉണ്ട്. ഒരേക്കർ സ്ഥലത്തോളം വീതം വെച്ച് അവരുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് അവർക്കെല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുകയാണ്. 14ഓളം വീടുകൾ, എല്ലാം വാർപ്പ് വീടുകൾ. ഒരു വീടും എല്ലാം കൂടി 10 ലക്ഷം രൂപയെങ്കിലും മുടക്കുണ്ട്. അദ്ദേഹം ബിസിനസ്സുകാരനൊക്കെയാണ്. അദ്ദേഹം ചെയ്തൊരു എത്ര നല്ലൊരു സൽപ്രവൃത്തിയാണ്. അവിടെ ജാതി മതമൊന്നും വ്യത്യാസമില്ല, മറ്റു ക്രൈസ്തവർക്കും മറ്റു മതസ്ഥർക്കും എല്ലാം വീടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വീട് വെച്ച് കൊടുത്ത ഒരു നല്ല മനുഷ്യനുമായിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ ഇടയായി. ഹല്ലേലൂയ. ഇവിടെ എത്രയോ പേരുണ്ട്, സമ്പന്നന്മാർ,
കോടാനുകോടി ആസ്തിയുള്ളവർ, നിക്ഷേപമുള്ളവർ, പക്ഷെ ദരിദ്രരോട് കരുണയില്ല, ദരിദ്ര ഹൃദയത്തിൽ സ്നേഹിക്കാത്തവർ എത്ര പേരുണ്ട്. നമ്മൾ ദരിദ്രനെ എന്ന് സ്നേഹിക്കാൻ തുടങ്ങുന്നോ, ദരിദ്രനിൽ എന്ന് യേശുവിനെ കാണുവാൻ തുടങ്ങുന്നോ, അന്നു മുതൽ നമ്മുടെ കുടുംബം, മക്കൾ, തലമുറ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ദാനധർമ്മമാണ് നിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്നും, അതായത് എല്ലാ അപകടങ്ങൾ, തകർച്ചകൾ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിന്നെ വിടുവിക്കും. ദാനധർമ്മം നിന്നെ സംരക്ഷിക്കും. പ്രഭാഷകന്റെ പുസ്തകം 17:22, മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമലി പോലെ അവിടുന്ന് കരുതുന്നു. ഉണ്ടോ? ദാനധർമ്മത്തെ കയ്യിലെ മുദ്രമോതിരം പോലെയാണ് കർത്താവ് കരുതുന്നത്. മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് കരുതുകയാണ്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ എങ്ങനെയാണ് കർത്താവ് സൂക്ഷിക്കുന്നത്? അവർ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തികൾ, അവരുടെ കുടുംബങ്ങളെ ദൈവം സംരക്ഷിക്കും. ഭൂകമ്പങ്ങളും അനർത്ഥങ്ങളും തകർച്ചകളും പകർച്ചവ്യാധികളും വരുമ്പോൾ നിന്റെ കുടുംബത്തെ ഇത് വിഴുങ്ങത്തില്ല. സത്യസന്ധതയിൽ ജീവിക്കുന്നവർ, ദാനധർമ്മം ചെയ്യുന്നവർ, ദരിദ്രരെ സഹായിക്കുന്നവർ, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവർ, ഇവർക്ക് ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഉണ്ടാവും. എന്തും വരട്ടെ, എന്തു സംഭവിച്ചാലും നിന്റെ കുടുംബത്തെ നിന്റെ ദൈവം സംരക്ഷിക്കും. ദാനധർമ്മമാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ദാനധർമ്മം ചെയ്യുന്ന, പാവപ്പെട്ടവരുടെ കരുണ കാണിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. അവരുടെ പ്രാർത്ഥനയെ സ്വർഗത്തിലെത്തത്തുള്ളൂ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നവന് ധാന്യബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. നീ ഒരാൾക്ക് ഭിക്ഷ കൊടുക്കുന്നെങ്കിൽ അത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നൊരു ബലി പോലെ അതിന് തുല്യമാണെന്ന് ആ വചനം പറയുന്നു. കരുണ കാണിക്കാം, ദരിദ്രരെ ഹൃദയത്തിൽ സ്നേഹിക്കാം. പാവപ്പെട്ടവർക്ക് ഒത്തിരിയേറെ സഹായം ആവശ്യമുള്ള ഒരു നാളുകളായത്. ഒത്തിരി മനുഷ്യര് ജോലിയില്ല, വേലയില്ല, പ്രയാസപ്പെടുന്നുണ്ട്. നമ്മുടെ കൈവശം ഉള്ളത് നമ്മൾ മനസ്സറിഞ്ഞ് പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ഇടവകകളിലൊക്കെ എത്രയോ പേരാണ് സാമ്പത്തികമായിട്ട് വിഷമിക്കുന്നവർ. ആഹാരത്തിന് വേണ്ടി പാടുപെടുന്നില്ല, മക്കളുടെ ജോലി, വിദ്യ, ഇതെല്ലാം വിഷമിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് ഓർക്കാനൊക്കെ നിങ്ങൾ മനസ്സ് കാണിക്കണം. വചനം കേൾക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നവരാവണം, ദരിദ്രരോട് കരുണ കാണിക്കുന്നവരാകണം. അപ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. കൊർന്നേലിയൂസ് നിരന്തരം ദാനധർമ്മം ചെയ്തു. എന്നിട്ടോ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ശതാധിപന, അത്ര ചെറിയ ആളൊന്നുമല്ല, ഒരു സൈന്യ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഒരു ദിവസം ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ കൊർന്നേലിയൂസിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കൊർന്നേലിയൂസിനോട് പറയുകയാണ്, നിന്റെ ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും നിന്നെ സ്വർഗത്തിൽ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവമിതാ നിന്നെ ഓർത്തിരിക്കുന്നു. അതുപോലെ നിന്റെ ദാനധർമ്മം ചെയ്ത കാര്യങ്ങൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുക. നീ ചെയ്ത സത്പ്രവൃത്തികളും ദാനധർമ്മങ്ങളും, ദരിദ്രരെ സഹായിച്ചതും അവരെ സ്നേഹിച്ചതൊക്കെ ഇന്ന് ആ സ്വർഗത്തിലുണ്ട്. അവിടെ ദൈവം, പിതാവായ ദൈവം, സ്വർഗത്തിലെ ദൈവം ഇതാ നിന്നെ ഓർമ്മിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ നിന്റെ അടുക്കിലേക്ക് വിട്ടിരിക്കുക. എത്ര മനോഹരമാണല്ലേ! ദൈവം നമ്മളെ ഓർമ്മിക്കണമെങ്കിൽ നമ്മൾ ദരിദ്രരെ സഹായിക്കുന്നവരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾക്ക് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ദരിദ്രരോട് എന്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിന്. എപ്പോഴും ദരിദ്രരെ സ്നേഹിക്കാനും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ദരിദ്രരോട് കരുണ കാണിക്കാനൊക്കെ പിതാവ് അനേക തവണ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളിലൊക്കെ
ഒത്തിരി തവണ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ദരിദ്രരെ മാറ്റി നിർത്തരുത്. അവരെ നമ്മൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഹല്ലേലൂയ. ദരിദ്രനോട് കാണിക്കുന്ന കാരുണ്യം ഒരു ബലിക്ക് തുല്യമാണ്. നീ അർപ്പിക്കുന്നൊരു ബലിക്ക് തുല്യമാണ് ദരിദ്രനോട് കാണിക്കുന്ന കാരണം. ഭിക്ഷ കൊടുക്കുന്നത് അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നമ്മുടെ അടുക്കൽ ആരെങ്കിലും സഹായത്തിനൊക്കെ വന്നാൽ പറ്റുന്നതുപോലൊക്കെ നമ്മൾ സഹായിക്കണം. ആരെയും നമ്മൾ വേദനിപ്പിച്ച് വിടരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. കൊർന്നേലിയൂസിൻ്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും സ്വർഗത്തിലെത്തി. ദൈവം ഇത് ഓർമ്മിച്ചു, ദൈവം അത് കണ്ടു. ദൈവം ഒരു ദൂതനെ അയച്ചു. ദൂതൻ വന്നിട്ട് കൊർന്നേലിയൂസിനോട് പറയുകയാണ്, നീ ചെയ്ത സൽപ്രവൃത്തികൾ, ദാനധർമ്മങ്ങളെല്ലാം ഇതാ ദൈവം നിന്നെ ഓർമ്മിച്ചിരിക്കുന്നു. നീ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രിയങ്കരനാണ്. ദൈവത്തിന് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. യോപ്പായിൽ പത്രോസ് എന്ന ഒരു വ്യക്തിയുണ്ട്. യേശുവിൻ്റെ പ്രധാനപ്പെട്ട അപ്പോസ്തലനായ പത്രോസ് യോപ്പായിലുണ്ട്. അദ്ദേഹത്തെ നീ വിളിച്ചുകൊണ്ട് വരണം. എന്നിട്ട് സുവിശേഷം കേൾക്കണം. ദൂതൻ പറഞ്ഞത് അതേപടി അനുസരിക്കുക. കൊർന്നേലിയൂസ് 3 പേരെ പറഞ്ഞയച്ചു. പത്രോസിൻ്റെ അടുക്കൽ അവർ ചെന്നു. വാതിൽ മുട്ടുമ്പോൾ പത്രോസിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിന്നെ വിളിക്കാൻ വരുന്ന 3 പേരോടൊപ്പം നീ ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക. അപ്പോസ്തലപ്രവർത്തനം 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. പത്രോസ് അവരോടൊപ്പം വന്നു, കൊർന്നേലിയൂസിന് വീട്ടിൽ വന്നു. എന്നിട്ട് പിന്നീട് യേശുവിനെ കുറിച്ച് കൊർന്നേലിയൂസിന് പറഞ്ഞു കൊടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കൊർന്നേലിയൂസും കുടുംബവും സ്നാനം സ്വീകരിച്ച് യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ദരിദ്രരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുണ കാണിക്കുകയും ഒക്കെ ചെയ്യണം. ദരിദ്രരോട് സ്നേഹമുണ്ടോ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നിൻ്റെ മേലൊഴുകും. നിൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, അനേക തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ദാനധർമ്മം ചെയ്യുന്നവരാകാം. സൽപ്രവൃത്തി ചെയ്യാം, സൽപ്രവൃത്തി ചെയ്യുക, ദാനധർമ്മം ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന കോടൻ കർത്താവ് മറുപടി നൽകും. നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരാണ്. 10 പൈസയുടെ ഉപകാരം പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും ചെയ്യാതെ നീ എത്ര മണിക്കൂർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരത്തില്ല. ദൈവത്തിന് ആ പ്രാർത്ഥന വേണ്ട. ഹല്ലേലൂയ. എളിമയുള്ളവരുടെ, വിനയമുള്ളവരുടെ, ദരിദ്രനെ സ്നേഹിക്കുന്നവൻ്റെ, ദരിദ്രനെ സഹായിക്കുന്നവൻ്റെ, ദാനധർമ്മം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം കാതോർത്തിരിക്കുക. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ ഒരു കാരണമാണിത്. മറ്റൊന്ന് പാപം, കഠിനമായ വെറുപ്പ്, വിദ്വേഷം. ഇതൂടെ ഒന്ന് മാറ്റിയിട്ട് നീ പ്രാർത്ഥിച്ച് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിൽ വലിയൊരു മാറ്റം, ഒരു പരിവർത്തനം ഉണ്ടാവട്ടെ. ദരിദ്രരെ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ സ്നേഹിക്കാം. പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി വരുന്നത് ദുരന്തത്തിൻ്റെയും ദുരിതത്തിൻ്റെ ഒക്കെ ഈ നാളുകളിൽ ദരിദ്രരോടുള്ള കരുണ നമ്മളിലൂടെ ഒഴുകട്ടെ. യേശു സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ കുട്ടി കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് കയറി കഴിഞ്ഞ വർഷം നമ്മുടെ കൺവെൻഷനിൽ പങ്കെടുത്ത് കണ്ണിന് കാഴ്ച കിട്ടിയതാണ്. കേൾക്കാൻ സാധിച്ചു. എൻ്റെ പേര് സിജി, മോളുടെ പേര് ജസ്ലിൻ. ഞങ്ങൾ വരക്കാട് ഇടവയിൽ നിന്നാണ് വരുന്നത്. മോൾക്ക് 2017 തൊട്ട് കണ്ണിന് കാഴ്ചക്കുറവായിരുന്നു. കണ്ണാടി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആജീവനാന്തം വെക്കണം, അല്ലെ 1 മിനിറ്റ് പോലും കണ്ണാടി ഊരിക്കഴിഞ്ഞാൽ തലവേദന വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ ഇവിടെ വരികയും എല്ലാ ദിവസവും പങ്കെടുക്കുകയും ചെയ്തു. 3-ാമത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം കൊച്ചിന് സാബു ബ്രദറിനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ചപ്പോൾ ഞാൻ സാബു ബ്രദറിനോട് പറഞ്ഞു, മോൾക്ക് കണ്ണിന് കാഴ്ചക്കുറവാണെന്ന്. അപ്പം ബ്രദർ പറഞ്ഞു കണ്ണാടി ഊര്, എന്നിട്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ചപ്പോൾ സാബു ബ്രദർ 2 കണ്ണിലും കുരിശ് വരയ്ക്കുകയും ഇനി കണ്ണാടി മോള് വെക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ജനുവരി തൊട്ട് ഇതുവരെയും കണ്ണാടി വെച്ചിട്ടുമില്ല, കൊച്ചിന് തലവേദന വന്നിട്ടുമില്ല. പൂർണ്ണമായി കണ്ണിന് കാഴ്ച കിട്ടിയിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ പറഞ്ഞൊക്കെ സത്യമാണോ?
സത്യം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10. 10ാം ക്ലാസ്സിൽ. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. ഉണ്ടോ? അത്ഭുതകരമായിട്ട് കർത്താവ് ഈ കുട്ടിയുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകി, കണ്ണട മാറ്റി, തലവേദനയില്ല. ഈശോയ്ക്ക് നന്ദി പറയാം. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.